ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ്, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതുപോലെ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം 150 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. മീഡിയം വലിപ്പമുള്ളൊരു സവാളയും 4 പച്ചമുളകും മീഡിയം വലിപ്പമുള്ളൊരു തക്കാളിയുടെ പകുതിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. 3 കപ്പ് അളവിൽ വേവിച്ച ബസുമതി റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ മതി.